സുരക്ഷയും ക്രമസമാധാന പരിപാലനവുമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ രണ്ടാമതും ഭരണത്തിലേറ്റുന്നതിൽ ഒരു 70% പങ്കുവഹിച്ചത് എന്ന് ഞാൻ പറഞ്ഞതല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്തർപ്രദേശിൽ പോയി കണ്ടു മനസ്സിലാക്കി കേരളത്തിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തർപ്രദേശിലെ സ്ത്രീകളുടെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവാറുണ്ട്. അവർ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, യോഗി ആദിത്യനാഥ് എന്ത് തരം സുരക്ഷയാണ് തങ്ങൾക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ ആ വീഡിയോ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാകാറുണ്ട്. ഇപ്പോഴിത് അത്തരത്തിലൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. അതായത് 6 മുസ്ലിം മതമൗലികവാദികൾ ചേർന്ന് ഒരു ഹിന്ദുവായിട്ടുള്ള യുവാവിനെ ആക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് ആക്രമിച്ചത് എന്ന ചോദ്യമുണ്ടല്ലോ. ആക്രമിച്ചത് ആ ഹിന്ദുവായിട്ടുള്ള യുവാവ് ബുർഖ ധരിച്ച ഒരു യുവതിക്ക് ലിഫ്റ്റ് കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഹിന്ദു ബോയിയെ ക്രൂരമായി ആക്രമിക്കുകയും ആ ബുർഖ ധരിച്ച യുവതിയെ വിളിച്ചിറക്കി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു വിഷയം, ആ ഒരു സംഭവം വന്നപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള നടപടി ഇവർക്കെതിരെ ഉണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ഓടിക്കൂടുകയും ഇവിടെ ആ യുവാവിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്യുകയും ഈ യുവതിയെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഉടനെ തന്നെ ഞൊടിയിടയിൽ തന്നെ പോലീസ് അവിടെ എത്തി. നമുക്കറിയാം, ഉത്തർപ്രദേശിന്റെ സുരക്ഷാ സംവിധാനം അനുസരിച്ച് സ്ത്രീകൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 7 മിനിറ്റിനകം, നേരത്തെ അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നപ്പോൾ ഈ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ 50 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ 7 മിനിറ്റിനകം പോലീസ് അവിടെ പറന്നെത്തുന്ന ഒരു സാഹചര്യമാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശിലുള്ളത്. സമാനമായിട്ടുള്ള രീതിയിലാണ് പോലീസ് അവിടെ എത്തിയതും അവരെ പഞ്ഞിക്കിട്ടതും. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.